2025 ന്യായാധിപന്മാരുടെ പുസ്തകം അദ്ധ്യായം 16 ചോദ്യോത്തരങ്ങൾ ഭാഗം 2. ചോദ്യം 1. എപ്പോഴെല്ലാമാണ് ദലീല സാംസനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നത്? ഉത്തരം: ദിവസം തോറും. ചോദ്യം 2. സാംസൺ രഹസ്യം തുറന്നു പറഞ്ഞത് എപ്പോൾ? ഉത്തരം: ആ അലട്ടൽ മരണത്തിന് തുല്യമായപ്പോൾ. ചോദ്യം 3. തന്റെ തലയിൽ എന്ത് സ്പർശിച്ചിട്ടില്ല എന്നാണ് സാംസൺ പറയുന്നത്? ഉത്തരം: ക്ഷൗരക്കത്തി. ചോദ്യം 4. താൻ ദൈവത്തിന് എപ്രകാരമുള്ളവനാണ് എന്നാണ് സാംസൺ പറയുന്നത്? ഉത്തരം: നാസിർ വ്രതക്കാരൻ. ചോദ്യം 5. എപ്പോൾ മുതൽ താൻ ദൈവത്തിന് നാസിർ വ്രതക്കാരനാണ് എന്നാണ് സാംസൺ പറയുന്നത്? ഉത്തരം: ജനനം മുതലേ. ചോദ്യം 6. എന്ത് ചെയ്താൽ തന്റെ ശക്തി നഷ്ടപ്പെട്ട് താൻ മറ്റു മനുഷ്യരെ പോലെയാകും എന്നാണ് സാംസൺ 4-ാം പ്രാവശ്യം പറയുന്നത്? ഉത്തരം: മുടി വെട്ടിയാൽ. ചോദ്യം 7. സാംസൺ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല വിളിച്ചു പറഞ്ഞത് ആരെ? ഉത്തരം: ഫിലിസ്ത്യരുടെ നേതാക്കളെ. ചോദ്യം 8. സാംസൺ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്ത്യരുടെ നേതാക്കളെ വിളിച്ചു പറഞ്ഞത് എന്ത്? ഉത്തരം: ഈ പ്രാവശ്യം കൂടി വരിക, അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു. ചോദ്യം 9. ഈ പ്രാവശ്യം കൂടി വരിക, അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് ദലീല പറഞ്ഞപ്പോൾ ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ എന്തുമായാണ് അവളുടെ അടുത്തെത്തിയത്? ഉത്തരം: പണവുമായി. ചോദ്യം 10. ദലീല സാംസനെ ഉറക്കിക്കെടുത്തിയത് എവിടെ? ഉത്തരം: മടിയിൽ. ചോദ്യം 11. ദലീല ക്ഷൗരം ചെയ്യിപ്പിച്ചത് എന്ത്? ഉത്തരം: അവന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും. ചോദ്യം 12. ദലീല സാംസന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിപ്പിച്ചത് ആരെക്കൊണ്ട്? ഉത്തരം: ഒരാളെക്കൊണ്ട്. ചോദ്യം 13. ഒരാളെക്കൊണ്ട് സാംസന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിപ്പിച്ചതിനു ശേഷം ദലീല ചെയ്തത് എന്ത്? ഉത്തരം: അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി. ചോദ്യം 14. തന്റെ തലയിലെ 7 മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിക്കപ്പെട്ടപ്പോൾ സാംസനെ വിട്ടുപോയത് എന്ത്? ഉത്തരം: അവന്റെ ശക്തി. ചോദ്യം 15. സാംസന്റെ തലയിലെ മുടിച്ചുരുളുകൾ ക്ഷൗരം ചെയ്തതിനു ശേഷം ദലീല അവനോട് പറഞ്ഞത് എന്ത്? ഉത്തരം: സാംസൺ, ഫിലിസ്ത്യർ നിന്നെ ആക്രമിക്കാൻ വരുന്നു. ചോദ്യം 16. എപ്പോൾ എന്ന പോലെ ഞാൻ രക്ഷപ്പെടും എന്നാണ് സാംസൺ പറയുന്നത്? ഉത്തരം: മറ്റവസരങ്ങളിൽ എന്ന പോലെ. ചോദ്യം 17. തന്നെ താൻ എന്ത് ചെയ്യുമെന്നാണ് സാംസൺ പറയുന്നത്? ഉത്തരം: സ്വതന്ത്രനാക്കും. ചോദ്യം 18. എന്ത് കാര്യം സാംസൺ അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്? ഉത്തരം: കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം. ചോദ്യം 19. ഫിലിസ്ത്യർ സാംസണെ പിടിച്ചു കൊണ്ടുപോയത് എവിടേക്ക്? ഉത്തരം: ഗാസായിലേക്ക്. ചോദ്യം 20. ഫിലിസ്ത്യർ സാംസണെ ഗാസായിലേക്ക് കൊണ്ടുപോയത് എപ്രകാരം? ഉത്തരം: കണ്ണ് ചൂഴ്ന്നെടുത്ത്. ചോദ്യം 21. ഫിലിസ്ത്യർ സാംസണെ ഗാസായിലേക്ക് കൊണ്ടുപോയ ശേഷം അവനെ എവിടെയാണ് ആക്കിയത്? ഉത്തരം: കാരാഗൃഹത്തിൽ. ചോദ്യം 22. സാംസണെ എന്തുകൊണ്ട് ബന്ധിച്ചാണ് കാരാഗൃഹത്തിലാക്കിയത്? ഉത്തരം: ഓട്ടുചങ്ങല കൊണ്ട്. ചോദ്യം 23. കാരാഗൃഹത്തിൽ ആക്കിയ സാംസണെ ഫിലിസ്ത്യർ എന്ത് ജോലിയിലാണ് ഏർപ്പെടുത്തിയത്? ഉത്തരം: മാവ് പൊടിക്കുന്ന. ചോദ്യം 24. മുണ്ഡനത്തിന് ശേഷവും അവന്റെ തലയിൽ സംഭവിച്ചതെന്ത്? ഉത്തരം: തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു. ചോദ്യം 25. ഫിലിസ്ത്യരുടെ ദേവൻ ആര്? ഉത്തരം: ദാഗോൻ. ചോദ്യം 26. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് എന്ത് സമർപ്പിക്കുവാനാണ് ഒരുമിച്ച് കൂടിയത്? ഉത്തരം: ഒരു വലിയ ബലി. ചോദ്യം 27. തങ്ങളുടെ ദേവന് ഒരു വലിയ ബലി കഴിച്ചുകൊണ്ട് എന്തു ചെയ്യുവാനാണ് ഫിലിസ്ത്യർ ഒരുമിച്ച് കൂടിയത്? ഉത്തരം: സന്തോഷിക്കാൻ. ചോദ്യം 28. നമ്മുടെ ദേവൻ ആരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്? ഉത്തരം: ശത്രുവായ സാംസനെ. ചോദ്യം 29. ഫിലിസ്ത്യർ തങ്ങളുടെ ദേവനെ സ്തുതിച്ചുകൊണ്ട് സാംസൺ തങ്ങളോട് എന്തെല്ലാം പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്? ഉത്തരം: അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ്, നമ്മിൽ അനേകരെ കൊന്നവനുമാണ്. ചോദ്യം 30.
ഫിലിസ്ത്യർ സാംസനെ വിളിക്കാൻ പറഞ്ഞത് എപ്പോഴായിരുന്നു? ഉത്തരം സന്തോഷിച്ച് മതിമറഞ്ഞ്. ചോദ്യം 41. ഫിലിസ്ത്യർ സാംസനെ എന്തിന് വിളിക്കുവാൻ തീരുമാനിച്ചു? ഉത്തരം സ്വന്തം മുൻപിൽ അഭ്യാസം കാണിക്കുന്നതിന്. ചോദ്യം 32. സാംസനെ അവർ എവിടെ നിന്ന് കൊണ്ടുവന്നു? ഉത്തരം കാരാഗൃഹത്തിൽ നിന്ന്. ചോദ്യം 33. സാംസൺ എവിടെയാണ് അഭ്യാസം പ്രകടിപ്പിച്ചത്? ഉത്തരം ഫിലിസ്ത്യരുടെ മുൻപിൽ. ചോദ്യം 34. സാംസനെ അവർ എവിടെ നിർത്തി? ഉത്തരം തൂണുകളുടെ ഇടയിൽ. ചോദ്യം 35. സാംസന്റെ കൈ പിടിച്ചിരുന്നത് ആര്? ഉത്തരം ഒരു ബാലൻ. ചോദ്യം 36. സാംസൺ ബാലനോട് ആവശ്യപ്പെട്ടത് എന്ത്? ഉത്തരം തൂണുകൾ എവിടെയെന്ന് തപ്പിനോക്കുവാൻ അനുവദിക്കുവിൻ. ചോദ്യം 37. സാംസൺ എന്തിനായാണ് തൂണുകളെ തപ്പിനോക്കാൻ ആഗ്രഹിച്ചത്? ഉത്തരം ഒന്ന് ചാരി നിൽക്കാനായി. ചോദ്യം 38. സാംസൺ തപ്പിയത് എന്താണ്? ഉത്തരം കെട്ടിടത്തിന്റെ തൂണുകൾ. ചോദ്യം 39. സാംസൺ തൂണുകൾ തപ്പിനോക്കാൻ ആരോട് അനുമതി ചോദിച്ചു? ഉത്തരം കൈക്ക് പിടിച്ചിരുന്ന ബാലനോട്. ചോദ്യം 40. കെട്ടിടം ആരെ കൊണ്ട് നിറഞ്ഞിരുന്നു? ഉത്തരം പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട്. ചോദ്യം 41. ആരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു? ഉത്തരം ഫിലിസ്തീ പ്രഭുക്കന്മാർ. ചോദ്യം 42. മേൽത്തട്ടിൽ എത്ര സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു? ഉത്തരം ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ. ചോദ്യം 43. മേൽത്തട്ടിൽ കൂടിയിരുന്ന സ്ത്രീ പുരുഷന്മാർ കണ്ടുകൊണ്ടിരുന്നത് എന്ത്? ഉത്തരം സാംസന്റെ അഭ്യാസം. ചോദ്യം 44. സാംസൺ ആരെയാണ് വിളിച്ചപേക്ഷിക്കുന്നത്? ഉത്തരം കർത്താവിനെ. ചോദ്യം 46. സാംസന്റെ ആദ്യ പ്രാർത്ഥന എന്തായിരുന്നു? ഉത്തരം എന്നെ ഓർക്കണമേ. ചോദ്യം 46. എന്തിന് തന്നെ ശക്തിപ്പെടുത്തണം എന്നാണ് സാംസൺ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ. ചോദ്യം 47. എപ്രകാരം ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ തന്നെ ശക്തിപ്പെടുത്തണം എന്നാണ് സാംസൺ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം എന്റെ കണ്ണുകളിൽ ഒന്നിന്. ചോദ്യം 48. സാംസൺ പിടിച്ചിരുന്നത് എത്ര തൂണുകളെയാണ്? ഉത്തരം 2. ചോദ്യം 49. സാംസൺ പിടിച്ചിരുന്ന 2 തൂണുകളുടെ പ്രത്യേകത എന്ത്? ഉത്തരം കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 നെടും തൂണുകളായിരുന്നു. ചോദ്യം 50. സാംസൺ തൂണുകളെ തള്ളിയത് എപ്രകാരം? ഉത്തരം വലത് കൈ ഒന്നിലും ഇടത് കൈ മറ്റതിലും വെച്ച്. ചോദ്യം 51. തൂണുകളെ തള്ളിയപ്പോൾ സാംസൺ പറഞ്ഞത് എന്ത്? ഉത്തരം ഫിലിസ്ത്യരോട് കൂടെ ഞാനും മരിക്കട്ടെ. ചോദ്യം 52. സാംസൺ തൂണുകളെ പിടിച്ചതിനു ശേഷം കുനിഞ്ഞത് എപ്രകാരം? ഉത്തരം സർവശക്തിയും ഉപയോഗിച്ച്. ചോദ്യം 53. സാംസൺ സർവശക്തിയും ഉപയോഗിച്ച് കുനിഞ്ഞപ്പോൾ എന്താണ് വീണത്? ഉത്തരം കെട്ടിടം. ചോദ്യം 54. കെട്ടിടം ആരുടെയെല്ലാം മേലാണ് വീണത്? ഉത്തരം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റാളുകളുടെയും മേൽ. ചോദ്യം 55. സാംസൺ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരെക്കാൾ അധികമായിരുന്നത് ആര്? ഉത്തരം അവന്റെ മരണസമയത്ത് അവൻ കൊന്നവർ. ചോദ്യം 56. സാംസന്റെ മരണശേഷം അവന്റെ ശരീരം കൊണ്ടുപോയത് ആര്? ഉത്തരം സഹോദരന്മാരും കുടുംബക്കാരും. ചോദ്യം 57. ആരുടെ ശവകുടീരത്തിലാണ് സാംസനെ സംസ്കരിച്ചത്? ഉത്തരം അവന്റെ പിതാവായ മനോവയുടെ. ചോദ്യം 58. ഏതെല്ലാം ദേശങ്ങൾക്കിടയിലുള്ള ശവകുടീരത്തിലാണ് സാംസനെ സംസ്കരിച്ചത്? ഉത്തരം സോറായ്ക്കും എഷ്താവോലിനും. ചോദ്യം 59. സാംസൺ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്? ഉത്തരം 20 വർഷം. ചോദ്യം 60. സാംസൺ ന്യായപാലനം നടത്തിയിരുന്നത് എവിടെ? ഉത്തരം ഇസ്രായേലിൽ. ചോദ്യം 61. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 31. ചോദ്യം 62. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിലെ തലക്കെട്ടുകൾ എന്തെല്ലാം? ഉത്തരം സാംസണും ദലീലായും സാംസന്റെ മരണം. നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം: സാംസനെ എന്തുകൊണ്ട് ബന്ധിച്ചാണ് കാരാഗൃഹത്തിൽ ആക്കിയത്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ.